ഹായ് ഹലോ നമസ്കാരം. ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സോഫ്റ്റ്വെയറാണ് ഫോട്ടോഷോപ്പ്, അഡോബിയുടെ ഫോട്ടോഷോപ്പ്. ഇതെല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഈസി ആക്കാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഉപകാരപ്പെടുന്നത് അത്യാവശ്യം എഡിറ്റിംഗ് അറിയുന്നവർ, പിന്നെ അതുപോലെ ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നവർ, ഇവർക്കാണ് ഈ വീഡിയോ ഉപകാരപ്പെടുക. സ്കിപ്പ് അടിച്ച് പോകാൻ വരട്ടെ. നിങ്ങളിത് ഉപയോഗിക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടു നോക്കുക. കണ്ടിട്ട് ഇത് ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോട്ടോഷോപ്പിൽ അത്യാവശ്യം എഡിറ്റിംഗ് നിങ്ങൾ അറിയാവുന്ന ഒരാളാണെങ്കിൽ അത് കുറച്ചും കൂടി സിമ്പിൾ ആക്കാൻ ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. അതാണ് നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾക്ക് ആവശ്യമുള്ളൊരു ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഫിൽറ്റർ ടാബിൽ പോയി കഴിഞ്ഞാൽ അവിടെ ക്യാമറ റോ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരും. അവിടെ നമ്മൾ ആവശ്യമായ എഡിറ്റിങ്ങുകൾ നടത്തുക. അതായത് നമ്മുടെ എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്സ്, ഷാഡോസ്, വൈറ്റ്സ്, ഇങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട എല്ലാ ടൂളുകളും അവിടെ കാണാം. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് ആവശ്യമുള്ള എഡിറ്റിങ് അവിടെ ചെയ്യുക. ആവശ്യമുള്ള എഡിറ്റിംഗ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു 3 ലൈൻ കാണാം, ഒരു മെനു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മെനു വീണ്ടും ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഏറ്റവും താഴെ സേവ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഏറ്റവും താഴെയായിട്ടുള്ള സേവ് സെറ്റിംഗ്സ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു മെനു ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമ്മൾ ഇതുവരെ ചെയ്ത എഡിറ്റിങ്ങളാണ് അവിടെ കാണിക്കുന്നത്. അത് സേവ് കൊടുക്കുക. സേവ് കൊടുത്ത് കഴിയുമ്പോൾ ഡെസ്റ്റിനേഷൻ ചോദിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമായ ഡെസ്റ്റിനേഷൻ, എളുപ്പമുള്ള ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം അതിനൊരു പേരും കൂടെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ പേര് കൊടുത്തതിന് ശേഷം അത് സേവ് ചെയ്യുക. ഇത്രയുമാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ശേഷം നമ്മൾ വീണ്ടും മറ്റൊരു ഫോട്ടോ ഓപ്പൺ ചെയ്ത് ഫിൽറ്ററിൽ ക്യാമറ റോ ഫിൽറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വീണ്ടും കാണാം. സോ അതിൽ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്ത അതേ മെനു വീണ്ടും ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന 3 ബട്ടണുള്ള മെനു നമുക്ക് വീണ്ടും ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ താഴെ സേവ് സെറ്റിംഗ്സിന് മുകളിലായി ലോഡ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ലോഡ് സെറ്റിംഗ്സ്. സോ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സെറ്റിംഗ്സ് അവിടെ കാണാം. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുൻപ് ചെയ്ത എഡിറ്റിങ് അതേ ലെവലിൽ ഈ ഫോട്ടോയിലേക്കും വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ സെയിം സെറ്റിങ്സ് കണ്ടില്ലേ, ഇപ്പോൾ ചേഞ്ച് വന്നുണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് അതേ സെറ്റിങ്സ്, ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഏത് ഫോട്ടോയിലേക്കും നമുക്ക് അതേ സെറ്റിങ്സ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു വട്ടം എഡിറ്റ് ചെയ്ത സെറ്റിങ്സ് നമുക്ക് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അതേ ബാക്ക്ഗ്രൗണ്ടിൽ അതേ ലുക്കുള്ള ഫോട്ടോകളിൽ നമുക്ക് എത്ര ഫോട്ടോയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എഡിറ്റിംഗ് കുറച്ചുകൂടി ഈസി ആയില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമുക്ക് ടൈം കുറച്ചുകൂടി ലാഭിക്കാൻ പറ്റും.